ലമീസ് കുട്ടി ഭയങ്കര ക്യൂട്ടായിരുന്നു കാണാനും കേൾക്കാനും. ആസ് ഓൾവേസ് ലമീസിൻ്റെ ഒരു പ്രത്യേകതയാണല്ലോ ഈ ക്യൂട്ട്നെസ്. എന്താ അങ്ങനെ പറഞ്ഞാൽ ചെറിയ കുട്ടിയാവും. അങ്ങനെ പറഞ്ഞാൽ ചെറിയ കുട്ടിയാവുന്നോ? വലിയ കുട്ടികൾക്കും ക്യൂട്ടാവല്ലോ എന്നെ പോലെ അല്ലേ? അല്ല, ആരെങ്കിലും ഒന്നും പറയണ്ട, അതുകൊണ്ട് ഞാൻ പറഞ്ഞേട്ടോ. ഓക്കെ ലമീസ്, അടിച്ചു പൊളിച്ചു. നമുക്ക് എന്തായാലും ജഡ്ജസിന് എന്താ പറയാനുള്ളത് നോക്കാം. ആദ്യം ദീപക് കേട്ടോ. ലമീസ്, എനിക്ക് ഈ പാട്ടിൻ്റെ സെലക്ഷൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ ലമീസിൻ്റെ ഒരു ടോട്ടൽ ഇതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ നോക്കുകയാണെങ്കിൽ സാധാരണ ഉള്ളതുമാതിരി വളരെ ചിയർഫുൾ, വളരെ ജോളിയായിട്ടാണ് പാടിയത്. പക്ഷേ ലമീസ് പാട്ടിൽ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. പാട്ടിൽ ശ്രുതി എന്ന് പറഞ്ഞൊരു കാര്യം സ്റ്റഡി ആയിരിക്കണം. ലമീസിൻ്റെ ഈ ഒരു പാക്കേജിങ്ങിൽ എനിക്ക് തോന്നിയത് ഒരു പ്രൊഫഷണൽ ടച്ച് ഒട്ടുമില്ല. ഒരു വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു കുട്ടി. ഇന്നസെൻസ് ഒക്കെ ഓക്കെയാണ്, തുടക്കത്തിൽ ആ ഇന്നസെൻറ്റ് ഫീച്ചേഴ്സ് ഓക്കെയാണ്. പക്ഷെ നമ്മൾ കുറച്ച് ഈ ഷോ മെച്യൂർ ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ സിംഗിങ്ങിൽ ആ ഒരു മെച്യൂരിറ്റി വരണം. ലമീസിൻ്റെ സിംഗിങ്ങിൽ ഇപ്പോഴും അത് വരാൻ കുറേ കിടപ്പുണ്ട്. സംഭവം ശരിയാണ്, ലമീസ് ഒരു വളരെ ചെറിയ കുട്ടിയാണ് നമ്മൾക്ക്. പക്ഷേ പാട്ടിൽ അത് കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് വന്നേ പറ്റൂ ലമീസ്. കാരണം ഇതിപ്പം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ കുറേ സ്ഥലം ഷാർപ്പ്, കുറേ സ്ഥലത്ത് ഫ്ലാറ്റ്. പക്ഷേ ഈ ചിയർഫുൾനെസ് വേണ്ടുന്ന അതൊക്കെ കറക്റ്റായിട്ട് വരുന്നുണ്ട്. അങ്ങനത്തെ കുസൃതി തരമൊക്കെ കറക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ട്. പക്ഷേ പാട്ടിനെയും ശ്രദ്ധിക്കണം. പിന്നെ ഹിന്ദി ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ദിലറുബ എന്നൊക്കെ പറഞ്ഞത്, ദിൽ റുബ എന്നുള്ളൊരു വാക്ക്. പിന്നെ ഷിക്കാർ ഹുദ് എന്നൊക്കെ പറയുന്നത്, ഷിക്കാർ ഹുദ്. ഇങ്ങനത്തെ കുറേ ഈ ചെറിയ പറയുകയാണെങ്കിൽ കുറേ ഉണ്ട്. മൊത്തത്തിൽ ഞാൻ നോക്കുകയാണെങ്കിൽ പാട്ടിൻ്റെ ഫീൽ കൊള്ളായിരുന്നു. ശ്രുതി ശ്രദ്ധിക്കണം, ഭാഷ ശ്രദ്ധിക്കണം, മൊത്തത്തിൽ കുറേ ശ്രദ്ധിക്കാനുണ്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ലമീസ്, ദീപക് പറഞ്ഞതൊക്കെ തന്നെയാണ് ഞാനും എഴുതിയിരിക്കുന്നത്. മോളൊന്ന് സ്റ്റേജിൽ ആ ചെറുതായിട്ട് കൊടുത്ത മൂമെൻറ്റ്സ് ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. വളരെ ആ ചിരിച്ച് നിന്ന് പാടിയതും എനിക്കിഷ്ടമായി. അതിനകത്ത് ചെറിയ ചെറിയ കുറുമ്പ് സാധനങ്ങൾ പാടിയതും ഇഷ്ടമായി. പക്ഷേ ശ്രുതി ഒരുപാട് സ്ഥലത്ത് പോയിരുന്നു കേട്ടോ. കുറേ കൂടെ ആ ചരണത്തിൻ്റെയൊക്കെ അടുത്ത ലെവലിൽ വോളിയം വ്യത്യാസമല്ലേ. ആദ്യത്തെ ബോൾഡായിട്ട് രണ്ടാമത്തെ അതിൻ്റെ ഒരു എക്കോ പോലെയാണ് രണ്ടാമത്തെ വരുന്നത്. അതൊക്കെ ഒന്നുകിൽ മോള് സോഫ്റ്റ് ആക്കുക, അല്ലെങ്കിൽ മൈക്ക് കുറച്ച് ദൂരെ പിടിക്കായിരുന്നെങ്കിൽ ആ ഇഫക്റ്റ് കുറച്ചുകൂടെ കിട്ടിയേനെ. അതൊക്കെ മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഓക്കെ, അതൊക്കെയാണ് എനിക്ക് തോന്നിയ വ്യത്യാസങ്ങൾ. ശ്രുതിയായിരുന്നു ലമീസിന് ശരിക്കും മെയിൻ എന്ന് പ്രോബ്ലം വന്നിരുന്നത് കേട്ടോ. വേർഡ്സും ഒരുപാട് സ്ഥലത്ത് ഗസബ് ഹുവ ഒക്കെ വേറെന്തോ പറഞ്ഞു. എക്കേസെ കബുവ പല്ലവിയിലെ അല്ലേ? ഗസബ് എന്നാണോ പാടിയത്? അല്ല, അസബ് പാടിയത്. ഓക്കെ, അതെന്തോ വേറെ എന്തോ അവിടെ പോയി എന്നുള്ള മനസ്സിലായി. ഓക്കെ മോൾ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ജാസേട്ടാ. ലമീസ് ഒത്തിരി ഇമ്പ്രൂവ്മെൻറ്റിന് സത്യത്തിൽ ശ്രമിക്കുന്നു എന്ന് എനിക്ക് തോന്നി. ആദ്യം കണ്ട് നമ്മൾ പഴയ പോലെ ഉറക്കം അങ്ങനെയൊന്നുമില്ല, കുറച്ച് എനർജറ്റിക് ആയിട്ട് വന്നു. നല്ല പ്രസൻസ് ഒക്കെ ആയിരുന്നു. മോള് മ്യൂസിക് കൂടെ കുറച്ച്, പ്രത്യേകിച്ച് പിച്ചിങ്, ഇവിടെ ദീപ് പറഞ്ഞായിരുന്നു പ്രൊണൗൺസിയേഷൻ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. സത്യത്തിൽ ലമീസിന് ഒത്തിരി ഫോർവേഡായിട്ട് വരണമെന്നുള്ളൊരാഗ്രഹം സത്യത്തിൽ എനിക്ക് മുഖത്ത് റിഫ്ലക്റ്റ് ചെയ്തു. അതൊരു നല്ല പോയിൻ്റായിട്ട് ഞാൻ കാണുന്നുണ്ട്. അടുത്ത റൗണ്ടുകളിലേക്ക് വരുമ്പോഴത്തേക്ക് ബെറ്ററായിട്ട് വരിക. വരൂല്ലേ? ശരി. ലമീസ്, അപ്പോൾ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ലമീസിന് എത്ര മാർക്സാണ് കിട്ടിയിരിക്കണമെന്ന്. ചേച്ചി, ഔട്ട് ഓഫ് 40? 28. 28 ഔട്ട് ഓഫ് 40. ജാസേട്ടാ? 19. 19 ഔട്ട് ഓഫ് 30. ദീപകേട്ടാ? 18 ഔട്ട് ഓഫ് 30. 18 ഔട്ട് ഓഫ് 30. ലമീസിന് ഹിന്ദി ഓൾഡ് സോങ്സ് റൗണ്ടിൽ ജഡ്ജസ് നൽകിയിരിക്കുന്നത് 65 മാർക്സ്.